നമുക്കിവിടെ വയനാട് രാജിവെച്ച് റായ്ബറേലി നിലനിർത്താനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഉചിതമായ തീരുമാനമാണ്. കാരണം ഉത്തർപ്രദേശാണല്ലോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടെക്ടോണിക് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. ആ ഒരു മാറ്റത്തിലൂടെ രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രതിപക്ഷ ബ്ലോക്കിനെ സമ്മാനിച്ചിട്ടുള്ളത് ജനാധിപത്യം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയത് ഉത്തർപ്രദേശാണ്. ഇപ്പോൾ റായ്ബറേലി തന്നെയാണ് നേരത്തെ സ്മൃതി ശരിയാവണം സൂചിപ്പിച്ചതുപോലെ തന്നെ റായ്ബറേലിയിലല്ല സ്മൃതി, KL ശർമ്മ എന്ന് പറയുന്ന അമേഠിയിലെ സ്ഥാനാർത്ഥിയുടെ പിന്നിലാണ് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിനകത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പോൾ റായ്ബറേലി നിലനിർത്തുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലും നോക്കൂ, രാഹുൽ ഗാന്ധി ഒരു കേരള MP അല്ലാതാകുന്നു എന്നുള്ള വിഷയമുണ്ട്. അവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ രാഹുലിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിൽ കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള ഒരു 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 രാഷ്ട്രീയ നിരീക്ഷണം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി നിലവിൽ അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ള അദ്ദേഹം രാജിവെക്കുമ്പോഴേക്കും കേരളത്തിലെ MP അല്ല. അപ്പോൾ രാഹുൽ ഇമ്പാക്റ്റിലാണ് യഥാർത്ഥത്തിൽ 2019-ലും 2024-ലും കേരളത്തിൽ ഇത്രയും വലിയ ലീഡ് UDF നേടാൻ കഴിഞ്ഞു. 21-ൽ പോയി ഒരു മാറ്റം വരുത്തി അല്ല അത് പക്ഷേ അതിനകത്ത് പിന്നീട് ഒരുപാട് സംഭവങ്ങൾ വന്നു. രാഹുലിനെ നിഷ്പ്രഭമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പിന്നീട് വന്നു. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ കാണുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ യഥാർത്ഥത്തിൽ 2026-ൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഈ 2013 രാഹുൽ ഗാന്ധി ഓർഡിനൻസ് വലിച്ചു കയറുന്നൊരു സന്ദർഭം ഓർമ്മിക്കുന്നു. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളൊന്നും ഡൽഹി പ്രസ് ക്ലബ് അതായത് അത്രയും ഇമ്മച്യൂരിറ്റിയുടെ അങ്ങേറ്റം. അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഉയർപ്പ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിസ്മരണീയമായ ചില മുഹൂർത്തങ്ങൾ നമ്മളെ കാത്ത് പാർലമെന്റിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് Meet the editors.